ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ് സെനർ ഡയോഡാണ്. ദെൻ എന്താണ് സെനർ ഡയോഡ് എന്ന് നോക്കാം. ഓക്കെ, ഈ സെനർ ഡയോഡ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്, ഇത് കണ്ടുപിടിച്ചത് സെനർ ഒരു സയന്റിസ്റ്റിന്റെ പേര് വെച്ചാണ് ഈ പേര് വന്നിരിക്കുന്നത്. ഇനി ഈ സെനർ ഡയോഡ് നമ്മൾ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ്. ഫോർവേഡ് ബയാസിൽ നമുക്കറിയാം, ഒരു ഡയോഡ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഫോർവേഡ് ബയാസ് ചെയ്യാം, റിവേഴ്സ് ബയാസ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഈ സെനർ ഡയോഡിന്റെ ഫോർവേഡ് ബയാസ് ഡയറക്ഷനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആസ് ദാറ്റ് ഓഫ് നോർമൽ ഡയോഡ്. നോർമൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്, അല്ലെ? അപ്പോൾ ഒരു ഡയോഡ്, നമ്മൾ നോർമൽ ഡയോഡ് ഫോർവേഡ് ബയാസ് കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമ്മൾ പോസിറ്റീവ് കൊടുക്കും. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. അപ്പൊ ഇതിലെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഈസ് ദ വെൻ പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു anode and negative is connected to cathode, that is the forward bias condition, അല്ലേ? അപ്പോൾ സെനർ ഡയോഡിന്റെ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഫോർവേഡ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആസ് ദാറ്റ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അതായത് നമ്മൾ അതിന്റെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോഴാണ് നമ്മൾ അത് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സെനർ ഡയോഡ്? Zener diode is a type of diode that permit current not only in the forward direction like a normal diode but also in the reverse direction. അപ്പൊ നമ്മൾ ഈ റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് സെനർ ഡയോഡിന്റെ കുറെ ആപ്ലിക്കേഷന് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നത് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഓരോ സെനർ ഡയോഡിനും ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണെന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അറിയാം. അതായത് ഇതില് ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് എബോവ് ആണെങ്കിലാണ് ഇത് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം ഇത് BER എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലുള്ള വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ ആണ് സെനർ ഡയോഡിൽ റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യണേ. അപ്പൊ അതിന് നമ്മൾ സെനർ നീ വോൾട്ടേജ്, സെനർ വോൾട്ടേജ് എന്നൊക്കെ പറയും. ഓക്കെ, ബേസിക്കലി ഇതാണ് ഒരു സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ വർക്കിംഗ് ഒക്കെ പഠിക്കും. അപ്പൊ ഇത് നോർമലി അപ്പിയറൻസ് കാണുന്ന ഇതാണ്. ഓക്കെ, ഇതാണ് അപ്പിയറൻസ്. ഇവിടെ ഒരു സിൽവർ കളർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാഥോഡാണ് ഇത്, ഇത് ആനോഡായിരിക്കും. നമ്മൾ നോർമൽ ഡയോഡിൽ ഒരു ബ്ലാക്കിഷ് റൗണ്ട് പറയുന്ന പോലെ ഇവിടെ സെനർ ഡയോഡിന്റെ അപ്പിയറൻസും ഇതുപോലെയാണ്. ബട്ട് ഇവിടെ ഒരു സിൽവർ കളർ ആയിരിക്കും. ഇനി അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ നോർമൽ ഡയോഡിന്റെ സിമ്പൽ എങ്ങനെയാണ്? നോർമൽ ഡയോഡിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ബട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇതാണ് അതിന്റെ സിമ്പൽ. ഓക്കെ, അപ്പൊ ഇതില് പല സ്റ്റാൻഡേർഡ് ഫോമില് ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട്. അത് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന സിമ്പല്. പിന്നെ എന്താണ്, ഓരോ സ്റ്റാൻഡേർഡിൽ ഇതൊരു സെനർ ഡയോഡിന്റെ നമ്മൾ പറഞ്ഞ സിമ്പിൾ തന്നെ, ഇതും സെനർ ഡയോഡിന്റെ സിമ്പിളാണ്, ഇതും സെനർ ഡയോഡിന്റെ സിമ്പിളാണ്. അപ്പൊ ഈ മൂന്ന് സിമ്പിളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് കോമൺലി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സെനർ ഡയോഡിന്റെ സിമ്പിള്. അപ്പോ ഇതില് നമ്മള് സാധാരണ ഡയോഡിന്റെ കേസിൽ എന്താണ് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോർമൽ ഇതൊരു ആരോ ഷേപ്പാണ്, അല്ലെ? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദീസ് ആരോ? ആരോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ആരോ എന്താണ് നോർമൽ ഡയോഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതോ തന്നെയാണ് ഈ ആരോ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താണ്? ഈ ഫോർവേഡ് ബയാസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഫോർവേഡ് ഡയറക്ഷനിൽ ഈ പോസിറ്റീവ് നമ്മൾ ആനോഡിൽ പോസിറ്റീവ് കണക്ട് ചെയ്യും, കാഥോഡിൽ നെഗറ്റീവ് കണക്ട് ചെയ്യും. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അതാണ് ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിയർ ഓൾസോ ഇൻ ദ സെനർ ഡയോഡ് ദിസ് ആരോ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് കേസിൽ നോർമൽ ഡയോഡുമായിട്ട് സെയിം ആണ്. റിവേഴ്സ് ഡയറക്ഷനിൽ വോൾട്ടേജ് ഓരോ സെനറിനും ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ട്. അതിനേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, നമ്മൾ പറയുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് സെനർ നീ വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ സെനർ വോൾട്ടേജ് എന്ന് പറയും. ഇതാണ് ഒരു സെനർ ഡയോഡിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ അപ്പിയറൻസ്, സിമ്പിള് ഒക്കെ ഇതാണ്. ഇനി എല്ലാവരും നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ ഡിഫറെന്റ് സിമ്പിളും നമ്മൾ പറഞ്ഞു.
ഇനി ഞാൻ പറഞ്ഞു സെന ഡയോഡിന് ഫോർവേഡ് ബയാസും ഉണ്ട്. നമുക്ക് ഏതൊരു ഡയോഡ് എടുത്താലും അതിന് ഫോർവേഡ് ബയാസും ഉണ്ടാവും, റിവേഴ്സ് ബയാസും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഫോർവേഡ് ബയാസിൽ എന്താ സംഭവിക്കണേ? ഇതാണ് ഫോർവേഡ് ബയാസ്, ആനോഡ് കാഥോഡ്. ഫോർവേഡ് ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു ആനോഡ്, അതായത് ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ് അല്ലെ, ഇതാണ് ഡയോഡിന്റെ നെഗറ്റീവ്. പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു പ്ലസ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആൻഡ് നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു കാഥോഡ് ഓഫ് ദ ഡയോഡ്, സെനർ ഡയോഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു PN ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡിൽ പറയും. ഒരു നോർമൽ ഡയോഡിന്റെ കൺസ്ട്രക്ഷൻ ഒരു PN ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെയാണ്, ബട്ട് ഹിയർ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഡോപ്പിംഗ് ലെവൽ. ഡോപ്പിംഗ് ലെവലിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ഡോപ്പിംഗ് ലെവൽ കൂടുതലായിരിക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. അപ്പോ നമ്മൾ ഇവിടെ ഇത് ഫോർവേഡ് ബയാസ് ആയിരിക്കും എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ. അപ്പോ എന്താണ് ആക്ച്വലി ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യണേ. അപ്പൊ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യണേ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഡയോഡിന്റെ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്. അപ്പൊ നമുക്കറിയാം ഓൾവേസ് കറണ്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ദാറ്റ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. ഇലക്ട്രോണിന്റെ ഫ്ലോ തന്നെയാണ് കറണ്ട്, ബട്ട് ഇലക്ട്രോൺ എങ്ങനെ മൂവ് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ. നമ്മൾ ഇലക്ട്രോൺസ് ഫ്ലോയും പഠിച്ചിട്ടുണ്ട്, ഹോൾ ഫ്ലോയും പഠിച്ചിട്ടുണ്ട്, അതായത് ഹോൾസും ഇലക്ട്രോൺസും. അപ്പൊ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യണ ഇങ്ങനെയാണ്, അപ്പം കറണ്ട് ഫ്ലോ ചെയ്യണ ഈ ഡയറക്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ഈ സെനർ ഡയോഡിന്റെ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ എ സെനർ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ നോർമൽ ഡയോഡ്. ഇൻ ഫോർവേഡ് ബയാസ് നമ്മൾ കൺസ്ട്രക്ഷൻ പറഞ്ഞു. ആനോഡ് ഈസ് കണക്ട്, പി സൈഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ സൈഡ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. അപ്പോ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഹോൾസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഇലക്ട്രോൺസിന്റെ ഹോൾസിന്റെ. സോ ഹിയർ ഓൾസോ നമ്മൾ കറണ്ട് ഇലക്ട്രോൺസ് കാരണം ഹോൾസ് കാരണം ഉണ്ട്, മൈനോറിറ്റി കറണ്ട്. അങ്ങനത്തെ നമ്മൾ PN ജംഗ്ഷൻ ഡയോഡിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ കറണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. സെനർ ഡയോഡിന്റെ ഫോർവേഡ് ബയാസ് ക്യാര എന്ന് പറഞ്ഞാല് PN ജംഗ്ഷൻ ഡയോഡിന്റെ ക്യാര പോലെ തന്നെ സെയിം ആണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, ഇനി സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ നമ്മൾ നോർമൽ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോ എങ്ങനെയാണ് പഠിച്ചത്? ഇൻ ദ എക്സ് ആക്സിസ് വോൾട്ടേജ് ആൻഡ് വൈ ആക്സിസ് കറണ്ട് ആണ്. സോ ദിസ് ഈസ് VI ക്യാര, വോൾട്ടേജ് ഇൻ ദ എക്സ് ആക്സിസ്, കറണ്ട് ഇൻ ദ വൈ ആക്സിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നോർമൽ ഡയോഡ്, ഫോർ എക്സാമ്പിൾ സിലിക്കൺ ഡയോഡാണ്, എന്തായിരിക്കും? സിലിക്കൺ ഡയോഡിന്റെ ഇത് സിലിക്കൺ ആണ്, ഇത് 0.7 ആയിരിക്കും. ദിസ് ഈസ് V, ദിസ് ഈസ് I. ഒരു പർട്ടിക്കുലർ നീ വോൾട്ടേജ് കഴിയുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. ഇവിടെ സെനർ ഡയോഡാണ്. അപ്പോൾ അതിന്റെ നമ്മൾ സെനറിന് ഒരു ബ്രേക്ക് ഡൗൺ, ഒരു നമ്മൾ യൂസ് ചെയ്തേക്കണ എന്താണോ അതനുസരിച്ച് ഇവിടെ ഫോർവേഡ് ബയാസിന്റെ വോൾട്ടേജ് ആണ് 0.3. റിവേഴ്സ് കേസിലാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ പറയുന്നത്. ഈ ഫോർവേഡ് ബയാസ് കേസിൽ VF എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 0.3 to 0.7, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയോഡ്. ഓക്കെ, ഫോർവേഡ് ബയാസ് ഇത് ഫോർവേഡ് കറണ്ട്. സോ ദിസ് ഈസ് ദ ഫോർവേഡ് ബയാസ് ക്യാര. ഫോർവേഡ് ബയാസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോർമൽ ഡയോഡ് കേസ് പോലെ തന്നെയാണ്. ഇനി നമ്മൾ റിവേഴ്സ് ബയാസിലെ കാര്യം പറയുവാണ്. റിവേഴ്സ് ബയാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇവിടെ കൊടുക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ കൊടുത്തത്? ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഓക്കെ, നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? സെനർ ഡയോഡ്, this is connected to negative and this is connected to positive അല്ലെ. ഇപ്പോ നമ്മുടെ ആനോഡ് നെഗറ്റീവിലേക്കും കാഥോഡ് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് റിവേഴ്സ് ബയാസ് കേസ്. അപ്പൊ നമുക്കറിയാം ഈ റിവേഴ്സ് ബയാസ് നമ്മൾ 0 തൊട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. ഇവിടെ ഒരു വേരിയബിൾ പവർ സപ്ലൈ ആന്ന് വെച്ചോ, വേരിയബിൾ പവർ സപ്ലൈ നമ്മൾ 0 to ഒരു 10 വോൾട്ട് വരെ വേരി ചെയ്യുവാണ്. ഓക്കെ,
അപ്പൊ നമ്മള് ഒരു സെനർ ഡയോണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് 9.1 നമ്മൾ സെനർ ഡയോഡ് മേടിക്കുന്നത് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വെച്ചാണ്. 9.1 വോൾട്ട് അങ്ങനെ ഡിഫറെന്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള സെനർ ഡയോഡ് ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഈ 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുവാണ്. വോൾട്ടേജ് ഇൻക്രീസസ് ഫ്രം 0. അപ്പോ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 9.1 വോൾട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉള്ള ഒരു സെനർ ആണെന്ന് വെച്ചോ. VS ഈക്വൽ ടു 9.1. അപ്പൊ ഞാൻ ഈ കറണ്ട് ഇവിടെ വോൾട്ടേജ് ഇവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ വെരി സ്മോൾ കറണ്ട് ആണ്. ഇതുണ്ടോ, ഇത് വോൾട്ടേജ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ കറണ്ട് വളരെ കുറച്ചുള്ളൂ. ഈ റീജിയനിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ് അല്ലേ? പക്ഷേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെനർ ഡയോണിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണോ അതുവരെ കറണ്ട് വളരെ മൈന്യൂട്ട് ആയിരിക്കും. വെരി സ്മോൾ കറണ്ട് ഫ്ലോസ് ത്രൂ ദ സെനർ ഡയോഡ്. ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വളരെ മൈന്യൂട്ട് ആയിരിക്കും. ബട്ട് വെൻ ദ വോൾട്ടേജ് ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 9.1 ആണെങ്കിൽ ആ 9.1 എത്തിക്കഴിയുമ്പോൾ ഇത് നോക്കിക്കേ, നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ മനസ്സിലാവും. അതിന്റെ കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും അല്ലേ? അതാണ് സെനറിന്റെ ഈ വോൾട്ടേജിന് പറയുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. VZ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ സെനർ നീ വോൾട്ടേജ് എന്നൊക്കെ പറയും. ഓക്കെ, അതിലെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ ഉള്ള മിനിമം വോൾട്ടേജ് ആണ് IZ മിനിമം. ഇത് മാക്സിമം കറണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈ സെനർ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ഇപ്പൊ 9.1 വോൾട്ടില് കറണ്ട് ഇൻക്രീസസ് ബട്ട് വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ നോക്കിക്കേ, ഈ 9.1ലാണ് കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് സെനർ വോൾട്ടേജ്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കോൺസ്റ്റന്റ് സെനർ വോൾട്ടേജ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫോർവേഡ് ബയാസ് ക്യാര പറഞ്ഞു. എന്താണ് ഫോർവേഡ് ബയാസിൽ? നമ്മൾ സാധാരണ ഡയോഡിന്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വരുമ്പോൾ അതിന്റെ കറണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ്, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കുന്ന സെനറിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ഓരോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വേരി ചെയ്യും. ഇപ്പൊ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 9.1 വോൾട്ട് ആണ്. ഈ 9.1 വോൾട്ട് എത്തിക്കഴിയുമ്പോൾ കറണ്ട് ഇൻക്രീസസ് അല്ലെ? കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. ആ പോയിന്റിന് പറയുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ VZ. ഓക്കെ, അപ്പൊ ആ കറണ്ട് ആ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉള്ള ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലെ മിനിമം കറണ്ട് ആണ് IZ മിനിമം. പിന്നെ നമുക്കറിയാം ഈ Y ആക്സിസിലാണ് കറണ്ട്. ദിസ് ഈസ് IZ മാക്സിമം. ഓക്കെ, സോ ഈ റീജിയൻ നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയും. ഓക്കെ, സോ ഈ നമ്മുടെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസസ്. അപ്പോ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് നമുക്കറിയാം, ഒരു റിവേഴ്സ് ബയാസിൽ മീൻ ചെയ്യുമ്പോൾ അത് ലീക്കേജ് കറണ്ട് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ദ മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ റിവേഴ്സ് PN ജംഗ്ഷന്റെ അതേ കേസ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇത് നോക്കിക്കേ, ദ റിവേഴ്സ് വോൾട്ടേജ് ഈസ് increase, the leakage current remains essentially constant until the breakdown voltage is reached, where the current increases dramatically. അതായത് ഇവിടെ വരെ ഞാൻ പറഞ്ഞ കേസ് തന്നെ കറണ്ട് ലീക്കേജ് കറണ്ട് വളരെ കുറവായിരിക്കും അല്ലെ? ഒരു സ്മോൾ കറണ്ട് ആണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിനേക്കാളും കൂട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയണത്, അതായത് സെനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്ന മെക്കാനിസത്തിന് പറയുന്നതാണ് സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം. അതാണ് അടുത്ത ഇതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം ഒരു സെനർ ഡയോഡും സാധാരണ ഡയോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇത് PN ആണ്. ഓക്കെ, ഇത് നോർമൽ PN ജംഗ്ഷൻ ഡയോഡും സെനർ ഡയോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് ലെവൽ.
ഡോപ്പിംഗ് ലെവൽ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഈ സെനർ ഡയോഡിന്റെ കേസിൽ ഡോപ്പിംഗ് ലെവൽ വെരി ഹൈ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? ഡോപ്പിംഗ് ലെവൽ കൂടുക എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് കാരിയേഴ്സ് കൂടുതലാണ് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്പർ ഓഫ് കാരിയേഴ്സ് കൂടുതലാണെങ്കിൽ ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എങ്ങനെയായിരിക്കും? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത്, ദ കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ഫ്രം ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡും ഒരു സെനർ ഡയോഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെരി ഹൈ. ഒരു സെനർ ഡയോഡിന്റെ കേസിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആയിരിക്കും. ഓക്കെ, സോ നമുക്കറിയാം ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് എന്താണ്? പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ആണ് അല്ലെ? അപ്പോ ഈ സെനർ ഡയോഡിന്റെ കേസിൽ ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ആഡഡ് ഈസ് വെരി ഹൈ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ കേസിൽ പോലെ തന്നെ പറഞ്ഞായിരുന്നു, ഡോപ്പിംഗ് ലെവൽ കൂടുതലാണെങ്കിൽ ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് വെരി നാരോ ആയിരിക്കും അല്ലെ? ഡിപ്ലീഷൻ റീജിയൻ നാരോ ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിക്സ് എന്ന് വെച്ചാൽ വെൻ ദ റിവേഴ്സ് ബയാസ് ഓൺ എ പി എൻ ജംഗ്ഷൻ ഈസ് ഇൻക്രീസ്, ദ കണക്ഷൻ ബ്രേക്ക് ഡൗൺ ആൻഡ് ദ റിവേഴ്സ് കറന്റ് റാപ്പിഡ്സ് മാഗ്നിറ്റ്യൂഡ് ലിമിറ്റഡ് ഓൺലി ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ റിവേഴ്സ് ബയാസ് കൂട്ടുമ്പോൾ വളരെ പെട്ടെന്ന് ആ റിവേഴ്സ് കറണ്ട് കൂടും അല്ലെ? നമ്മൾ എന്താ പറഞ്ഞ, സെനർ ഡയോഡിന്റെ കേസിൽ റിവേഴ്സ് ബയാസിൽ കറണ്ട് പെട്ടെന്ന് കൂടും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് കൂടിക്കഴിഞ്ഞാൽ ഡയോഡിന് ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? അതായത് ഏതൊരു ഡിവൈസ് ആണെങ്കിലും അതിന്റെ കറണ്ട് ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡാമേജ്. അപ്പൊ ആ സെനർ ഡയോഡ് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ അതിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താണ് ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാലാണ് റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് എ സ്പെസിഫിക് വാല്യൂ. അതായത് സ്പെസിഫിക് വാല്യൂ എന്ന് വെച്ചാൽ ഒരു സെനർ ഡയോഡ് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ് VZ എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ തുടങ്ങി കഴിയുമ്പോഴാണ്, അതായത് ഒരു പർട്ടിക്കുലർ VZ എത്തിക്കഴിയുമ്പോഴാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, തിക്നെസ് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഡിറ്റർമൈൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോ ഈ ഡിപ്ലീഷൻ ലെയർ അല്ലെ, ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് അനുസരിച്ചാണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പറയുന്നത് അല്ലെ? നമുക്കറിയാം, ഈ ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡോപ്പിംഗ് ലെവൽ. നമുക്കറിയാം, ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡും ഡിപ്ലീഷൻ വിഡ്ത്തും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് V/D അല്ലെ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വോൾട്ടേജ്? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ V/D ആണ്. D എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ കേസിൽ ഈ ഡിപ്ലീഷൻ വിഡ്ത്ത് ആണ്. അപ്പൊ നമുക്കറിയാം, ഡിപ്ലീഷൻ വിഡ്ത്ത് കുറയുന്ന അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടും അല്ലെ? അപ്പോ അതൊരു മെയിൻ പോയിന്റ് ആണ് ഈ സെനർ ഡയോഡിന്റെ കേസിൽ. ആക്ച്വലി ഞാൻ പറഞ്ഞു, സെനർ ഡയോഡും നോർമൽ ഡയോഡും തമ്മിലുള്ള ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഡോപ്പിംഗിന്റെ ലെവൽ കൂടുന്നത് അനുസരിച്ചായിരിക്കും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? ഇപ്പം പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? അപ്പൊ നമ്മൾ പലതരത്തിലുള്ള സെനർ ഡയോഡ്, നിങ്ങൾ 3.1, 5.1, 9.1, 12.1 അങ്ങനെ 100 വോൾട്ടേജ് വരെയുള്ള സെനർസ് അവൈലബിൾ ആണ്. നമ്മൾ ലാബിലൊക്കെ ചെയ്തത് ബിലോ 15 വോൾട്ട് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെ? അപ്പോ ഇവിടെ ആ ഡിഫറെന്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആ ഡിപ്ലീഷൻ ലെയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമുക്കറിയാം, ഈ ഡിപ്ലീഷൻ ലെയർ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഇവിടെയുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് വേരി ചെയ്യും അല്ലെ? അങ്ങനെയാണ് അതിന്റെ റിലേഷൻ ശരിക്കും വരുന്നത്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. അപ്പോ ആ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ഡോപ്പിംഗ് ലെയർ, അപ്പോ തിക്നെസ് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഡിറ്റർമൈൻ ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമുക്കറിയാം, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VZ എന്ന് പറയുന്നത് ഡിപ്ലീഷന്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്തിനെ.
അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡോപ്പിംഗ് ലെവലിനെ ഡോപ്പിംഗുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇപ്പം പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഓർ തിക്നെസ് നമ്മൾ പറയും. ഓക്കെ, ഇനി ആ ഡിപ്ലീഷൻ ലെയറിന്റെ തിക്നെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡോപ്പിംഗ് ലെവൽ. ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് സെനർ ഡയോഡും ഡിപ്ലീഷൻ വിഡ്ത്തും ഡോപ്പിംഗ് ലെവലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? എനിക്ക് മെസ്സേജ് നിങ്ങൾ അയക്കുന്ന കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട്. ഓക്കെ ഓക്കെ, ശരി. ഇനി അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി നമുക്കറിയാം ഈ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? സെനർ ബ്രേക്ക് ഡൗണും ഉണ്ട്, അവലാഞ്ച് ബ്രേക്ക് ഡൗണും ഉണ്ട്. അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പോ എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് നമുക്ക് നോക്കാം. എനിവേ ദ ബ്രേക്ക് ഡൗൺ 2 ടൈപ്സ്, സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പൊ നമ്മൾ സെനർ ഡയോഡിന്റെ കേസിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് സെനർ ബ്രേക്ക് ഡൗൺ വെച്ചാണ് അവിടെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ബട്ട് നമ്മൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്താണെന്നുള്ളതും കൂടെ പറയണം. ദാറ്റ് ഈസ് ഓൾസോ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കൂടി കഴിയുമ്പോൾ നടക്കുന്ന അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ നമുക്കത് രണ്ടും എന്താന്ന് പഠിക്കണം, അത് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ സെനർ ബ്രേക്ക് ഡൗൺ നമ്മൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞു ദ P and N region of Zener diode, unlike conventional PN junction diode, are extensively doped. Doping concentration high ആണ്. ഓക്കെ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണെന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഇൻ സെനർ ഡയോഡ് വിൽ ബി ഹയർ ദാൻ ഇൻ എ റെഗുലർ PN junction diode. ഓക്കെ, the number of impurity atoms in the Zener diode will be higher than regular PN junction diode. അതായത് ഇത്രേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണ് അല്ലേ? അപ്പോ നമുക്കറിയാം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആണെങ്കിൽ ഇമ്പ്യൂരിറ്റി ആറ്റംസ് കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിക്കണേ? ഹ്യൂജ് നമ്പർ ഓഫ് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഡ്യൂ ടു ലാർജ് ഇമ്പ്യൂരിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അപ്പോ സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസിലാണ് ശരിക്കും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ് വരുന്നത്. പിന്നെ എന്താണ്? ആ ഡിപ്ലീഷൻ റീജിയൻ വളരെ നാരോ ആയിരിക്കും. ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ സെനർ ഡയോഡ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് തന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ആ ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിരിക്കും. ഓക്കെ, ഡ്യൂ ടു ദ ഹൈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഡിപ്ലീഷന്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. അത് എങ്ങനെയാണ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അത് ഒരു സ്ഥലത്തും പറയുന്നുണ്ടാവില്ല നിങ്ങൾ വായിച്ചിരിക്കുന്ന ബുക്കിലൊക്കെ. ആക്ച്വലി ദാറ്റ് ഈസ് ഫ്രം ദ റിലേഷൻ E is equal to V/D ആണ് അല്ലേ? E is equal to V/D ആണ്. അപ്പൊ D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദിസ് ഡിപ്ലീഷൻ വിഡ്ത്ത്. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോൾ ഈ ഡിപ്ലീഷൻ വിഡ്ത്ത് വളരെ കുറവാണ് അല്ലെ? ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/D. അപ്പൊ D കുറവാണെങ്കിൽ E കൂടുതലായിരിക്കും അല്ലെ? സോ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അപ്പോ എന്താണ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്? ഇവിടെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണേ? ഇവിടെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മെനി ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും. ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ആവുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ എന്തായിരിക്കും? ഈ ഒത്തിരി ചാർജ് കാരിയേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഈ ഇതിലൂടെ ഈ ഡിപ്ലീഷൻ റീജിയനിൽ കൂടെ ടണലിൽ, ഈ പ്രോസസ്സിന് പറഞ്ഞ ടണലിംഗ് എന്നാണ് കേട്ടോ. അതായത് ഇവിടെ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ഇവിടെയുള്ള ചാർജ് കാരിയേഴ്സിനെ ഇതിൽ കൂടെ മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഡ്യൂ ടു ദാറ്റ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ അപ്പൊ എന്താ സംഭവിക്കുന്നത്? മെനി ഫ്രീ ഇലക്ട്രോൺസ് ആർ ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദേ ക്യാൻ റെഡ്ലി ടണൽ ത്രൂ ദ ഡിപ്ലീഷൻ ഏരിയ
റിസൾട്ടിങ് ഇൻ ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, അതായത് ഈ ഇവിടെയുള്ള ചാർജ് കാരിയേഴ്സിന് ഇതിൽ കൂടെ ടണൽ ചെയ്യാൻ പറ്റും. ആ മൂവ് ചെയ്യണ അതിന് പറയുന്നത് ടണലിംഗ് എന്നാണ്. അപ്പൊ ഒരു മെക്കാനിസം ആണ് അതിന്റെ സെനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ടണലിംഗ് ഓഫ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ടണലിംഗ് കാരണം നമുക്കൊരു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഉണ്ടാവും. അതാണ് സെനർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ സെനർ ബ്രേക്ക് ഡൗണിന്റെ മെയിൻ റീസൺ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ കറണ്ട്, ഇവിടെ അടുത്തൊരു ഫിഗറിൽ അത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. സെനർ ബ്രേക്ക് ഡൗൺ എന്താന്ന് കറക്റ്റ് ഇലക്ട്രിക് ഫീൽഡും ആ ഡിപ്ലീഷൻ ലെയറും തമ്മിലുള്ള വ്യത്യാസം എന്താന്നൊക്കെ മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തത് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ, എന്താണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ? അതായത് അത് പറയണമെങ്കിൽ ഇതാണ്. ഇപ്പൊ നമ്മള് ചാർജ് കാരിയേഴ്സ് ആക്സിലേറ്റ് ആവുമ്പോൾ ഒരു ഈ പി എൻ ജംഗ്ഷൻ തന്നെയാണല്ലോ സെനർ ഡയോഡിന്റെ കേസ്. അപ്പൊ അവിടെ ചാർജ് കാരിയേഴ്സ് മൂവ്മെന്റ് നടക്കുമ്പോൾ അത് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് കൈനറ്റിക് എനർജി അതിന്റെ കൂടും. അപ്പൊ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനേക്കാളും ആ വോൾട്ടേജ് കൂടി കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? അവിടെ ഒരു അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ് ദ ബ്രേക്ക് ഡൗൺ സോൺ ഓർ ദ ബ്രേക്ക് ഡൗൺ പൊട്ടൻഷ്യൽ, ദെൻ accumulate enough kinetic energy to destroy the valence electron when the voltage exceeds the value. അതായത് ഇപ്പൊ ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഫസ്റ്റ് പിക്ചറാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞത്. അപ്പോ ഇതൊരു പി എൻ ജംഗ്ഷൻ ആണ്. ഇവിടെ ഹോൾസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഹോൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ആറ്റംസ് ഉണ്ടാവും അല്ലെ. അതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസും ഹോൾസും ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ ഇവിടെ ഒരു ആറ്റംസ് ഉണ്ടാവും, നമ്മൾ സിലിക്കൺ ആറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിനെ കൊളൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് പാർട്ടിക്കിൾസ്, ഇതിന്റെ വെലോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച്. ജനറൽ ചാർജ് കാരിയേഴ്സ് അപ്പം കൂടും. അപ്പൊ ഇങ്ങനെ മൂവ്മെന്റ് നടക്കുമ്പോൾ ഈ ആറ്റംസിൽ കൊളൈഡ് ചെയ്യും. ഇത് കൊളൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ആവും. അപ്പോ ഈ സെനർ ഡയോഡിന്റെ അത്രയും ഒരു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കാണില്ല അവലാഞ്ച് ബ്രേക്ക് ഡൗൺ പറയുമ്പോൾ. നമ്മൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പൊ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവുള്ള കേസിൽ ഇതിന്റെ മൂവ്മെന്റ് കാരണമാണ് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹയർ ഡോപ്പിംഗ് ലെവൽ ആണെങ്കിൽ നമുക്ക് പറയും ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കില്ല. പക്ഷെ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് അനുസരിച്ച് ഈ ആറ്റംസ് മൂവ് ചെയ്യും. ഈ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ ആറ്റത്തിൽ കൊളൈഡ് ചെയ്ത് അത് മോർ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോ ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മൾ പിയിലാണെങ്കിൽ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണ്? പി ആണ് അല്ലെ, പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ചാർജ് കാരിയേഴ്സ് ആണ്. അപ്പൊ ഇത് കഴിയുമ്പോൾ പോസിറ്റീവ് ഹോൾ ജനറേറ്റ് ആവും. ഇവിടെ എന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് പിന്നെ ആറ്റംസ് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? ഫ്രീ ഇലക്ട്രോൺസിന് ജനറേറ്റ് ആവും. ഓക്കെ, അപ്പോ കൊളീഷൻ ആണ് ഇവിടെ വന്നത്. അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ അതിൽ ചാർജ് കാരിയേഴ്സ് ആക്സിലറേറ്റ് ആവും അല്ലെ. ഇത്രേ ഉള്ളൂ. നമ്മൾ റിവേഴ്സ് ബയാസിലാണ് എന്തായാലും ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു സെനർ ഡയോഡിന്റെ അത്രത്തോളം ഡോപ്പിംഗ് ലെവൽ ഇല്ലാത്ത ഒരു ഡയോഡില് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന എനർജി കാരണം അത് ആറ്റംസിനെ കൊളൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഡിപ്ലീഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസിലേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ആ ആക്സിലേറ്റഡ് ചാർജ് കാരിയേഴ്സ് ആറ്റംസ് ആയിട്ട് കൊളൈഡ് ചെയ്ത് പിന്നെ എന്താണ്, അത് വീണ്ടും ഇലക്ട്രോൺസിനെയും ഹോൾസിനെയും ഒക്കെ ആറ്റത്തിൽ നിന്ന് കൊളൈഡ് ചെയ്ത് അത് എക്സ്ട്രാ ചാർജ് കാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു കൊളീഷൻ നടക്കുമ്പോൾ 2 ഫ്രീ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ആ ഫ്രീ ഇലക്ട്രോൺസ് അഡീഷണൽ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും, 4 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാക്കും.
ഓക്കെ. അപ്പോൾ അതാണ് അവലാഞ്ച് കൊളീഷൻ എന്ന് പറഞ്ഞത്. കൊളീഷൻ ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒരു ആറ്റംസിനെ കൊളൈഡ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും അല്ലെ? ഇലക്ട്രോൺസ് ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. വീണ്ടും ഇത് ഒരു ആറ്റത്തിനെ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ഈ കൊളീഷൻ ഒരു ചെയിൻ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ദിസ് കൊളീഷൻ ക്യാൻ കണ്ടിന്യൂ റിസൾട്ടിങ് ഇൻ എ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ദ ചാർജ് കാരിയർ ഇൻ ദ ഡിപ്ലീഷൻ റീജിയൻ. ഓക്കെ. അപ്പോൾ ആ ഡിപ്ലീഷൻ റീജിയനിൽ ടണലിംഗ് അല്ല നടക്കുന്നത്. ഇതിന്റെ ഹൈ ആക്സിലറേഷൻ കാരണം ഈ ആറ്റംസ് എന്താണ് ആറ്റത്തിലോട്ട് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്ത് എക്സ്ട്രാ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ നടക്കുന്ന കൈനറ്റിക് എനർജി കാരണം കൊളീഷൻ ആണ്. അപ്പം ചിലപ്പം ചോദിക്കുക കൈനറ്റിക് നമ്മുടെ റീസൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഈ കൈനറ്റിക് എനർജി ഉണ്ടായതുകൊണ്ടാണ് കൊളീഷൻ. അത് രണ്ടും ഇതിന്റെ റീസൺ ആണ് അല്ലെ? മറ്റേ കേസിലാണ് എന്ത് പറയണേ? ടണലിംഗ് ആണ്, സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് കാരണം അല്ലെ? ഇതാണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം. അപ്പൊ ഈ രണ്ട് ഡയോഡും ഇപ്പം പറഞ്ഞ കാര്യങ്ങള് ഒരു വിത്ത് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഈ ഫിഗറുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവണമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇപ്പൊ പറഞ്ഞ വർക്കിങ്ങുമായിട്ട് ജസ്റ്റ് ഇത് നോക്കുക. ഓക്കെ. കണ്ടോ? ഇവിടെ നോക്കി നമ്മൾ ആദ്യം പറഞ്ഞ സെനർ ബ്രേക്ക് ഡൗൺ ആണ്. ഒക്കേസ് ഇൻ ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ഡയോഡ് ഇതുണ്ടോ? ഇപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ കമ്പാരിസൺ പറയാം. ഇത് ഹെവിലി ഡോപ്ഡ് ആണ്, ഇത് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിലാണ് എന്ത് നടക്കുന്ന അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഹെവിലി ഡോപ്ഡ് ഡയോഡിലാണ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. കണ്ടോ? രണ്ടിലും നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് തന്നെയാണ് അല്ലെ? ഇവിടെ നാരോ ഡിപ്ലീഷൻ റീജിയൻ ആണ്. ഇത് ഹൈലി ഡോപ്ഡ് ആണ്. ഇവിടെ രണ്ടും ഹൈലി ഡോപ്ഡ് ആണ്. അപ്പോ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ ടണൽ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അതാണ് സെനർ ബ്രേക്ക് ഡൗൺ. ഇനി അവലാഞ്ച് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കൊളീഷൻ ആണ്. ഓക്കെ. ഇനി നമ്മൾ റിവേഴ്സ് ബയാസിന്റെ കേസ് നമ്മൾ പറഞ്ഞു, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അപ്പൊ ഈ സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ റേറ്റിംഗ് സ്പെസിഫൈ ദ മാക്സിമം വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി ഡ്രോപ്ഡ് അക്രോസ് ഇറ്റ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആനോഡ് ടു കാഥോഡാണ് കറണ്ട് പോകുന്നത് ഡയറക്ഷൻ, ആനോഡ് ടു കാഥോഡ്. ഇനി നമ്മളിപ്പോ രണ്ട് ബ്രേക്ക് ഡൗൺ മെക്കാനിസം പറഞ്ഞു. ഓക്കെ. സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗണും. ഇത് നോക്കിക്കേ, ഇത് വോൾട്ടേജ് ആണ് എക്സാസിൽ, ഇത് റിവേഴ്സ് ആണ്. ഇതിന്റെ ഒരു വോൾട്ടേജും ഇതിന്റെ ഒരു വോൾട്ടേജും നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഡിപ്ലീഷൻ വിട്ട് കുറവാണ് സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അത്രത്തോളം വോൾട്ടേജ് സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നതിനേക്കാളും വോൾട്ടേജ് കൊടുക്കണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആദ്യം നടക്കുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ദെൻ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. കണ്ടോ? അത് എന്തുകൊണ്ടായിരിക്കും? സെനർ ബ്രേക്ക് ഡൗണിന്റെ കേസിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ നമുക്ക് കൊടുക്കുന്ന ഒരു വോൾട്ടേജ് എന്ന് പറയുന്ന റിവേഴ്സ് വോൾട്ടേജ് ആണ്. അത് സെനറിന് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ നടക്കും. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു വോൾട്ടേജ് ഉണ്ടാവണം, ബിക്കോസ് അവിടെ ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുതലാണ്. ഓക്കെ. ഇതൊന്ന് നോട്ട് ചെയ്യണം. ആദ്യം നടക്കുന്ന ഏതാണ്? സെനർ ആണ് കേട്ടോ. ആദ്യം നടക്കുന്ന മെക്കാനിസം സെനർ ആണ്, പിന്നെ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ. ഇനി ഇത് നോട്ട് ചെയ്ത് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ജനറലൈസ് ചെയ്ത് പറഞ്ഞു, എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ, എന്താണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ പല ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതൊരു കോളം ഒരു ടേബിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നു. സെനർ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പൊ നമുക്കറിയാം സെനർ ബ്രേക്ക് ഡൗണിൽ എങ്ങനെയാണ് ബ്രേക്ക് നടക്കുന്നത്. Breaking of covalent bond is due to intense electric field across the narrow depletion region. This generate large number of free electron to cause breakdown. ഇനി അടുത്തതാണെങ്കിലോ, നമ്മൾ പറഞ്ഞ എന്താണ്? കൊളീഷൻ ആണ് അല്ലേ?
breaking of covalent bond is due to collision of accelerated charge carriers having large velocities and kinetic energy with the adjacent atom. The process is called carrier multiplication. അപ്പൊ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൊളീഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് കരിയർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം. കരിയർ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഒരെണ്ണത്തെ തട്ടി വീണ്ടും അത് രണ്ടാകും, വീണ്ടും അത് രണ്ടായി, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അതായത് കൊളീഷൻ കാരണം നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ആവുകയാണ്. ഓക്കെ, അതാണ് കാരിയർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഏത് വോൾട്ടേജ്, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ സെനർ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഈ 6 വോൾട്ടിനേക്കാളും താഴെയുള്ള കേസിലെല്ലാം നടക്കുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ആണ്. എബോവ് വിഎസ്ഡ് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട് ആണെങ്കിൽ നടക്കുന്ന അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, ആ വോൾട്ടേജ് ഒന്ന് ഓർത്തിരിക്കുക. 6 വോൾട്ട് ആണ്, ലെസ് ദാൻ 6 വോൾട്ട് ആണ് സെനർ ബ്രേക്ക് ഡൗൺ. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാരണം സെനർ ബ്രേക്ക് ഡൗണില് മെക്കാനിക്സിൽ ഡോപ്പിംഗ് ലെവൽ കൂടുതലാണ്. അപ്പൊ ചെറിയൊരു വോൾട്ടേജ് കൊടുത്താൽ മതി. പക്ഷെ അവലാഞ്ചിൽ അങ്ങനെയാണോ? അല്ല, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 6 വോൾട്ട് ആയിരിക്കും. ഇനി നമുക്കറിയാം സെനർ ബ്രേക്ക് ഇതില് ടെമ്പറേച്ചർ കോഷ്യന്റ് നെഗറ്റീവ് ആണ്. ടെമ്പറേച്ചർ കോഷ്യന്റ് നെഗറ്റീവ് ആണ്. ഇതിൽ ടെമ്പറേച്ചർ കോഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഹൗ ദ ടെമ്പറേച്ചർ ആൻഡ് റെസിസ്റ്റൻസ് വേരീസ്. ടെമ്പറേച്ചർ കോഷ്യന്റ് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ടെമ്പറേച്ചർ കോഷ്യന്റ് നെഗറ്റീവ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ സെനറിന്റെ കേസിൽ ഒരു സെക്കൻഡ് ടീച്ചർ, ഈ 6 വോൾട്ട് എന്തുവാണ് ഈ ബേസ്? 6 വോൾട്ട് എന്ന് വെച്ചാല് നമ്മള് ഇവിടെ പറഞ്ഞില്ലേ, ഈ കേസിൽ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഇല്ലേ, ഈ വോൾട്ടേജ്. ഓക്കെ, ഇപ്പൊ 2 രീതിയിൽ ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ട്, സെനർ ഉണ്ട്. അപ്പൊ ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് ഈ 6 വോൾട്ടിലും കുറവുള്ള കേസിൽ നമ്മൾ പറയുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു വാല്യൂ പറഞ്ഞേക്കണാണ് 6 എന്ന് പറഞ്ഞത്. 6 2 രീതിയിൽ സെനർ ഡയോഡിൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കാം. സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ട്, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 6 വോൾട്ടിനേക്കാളും ചെറുതായിട്ടുള്ള വോൾട്ടേജിൽ, അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇല്ലേ, ഈ ഒരു ഡയോഡ് യൂസ് ചെയ്യുന്നില്ലേ, സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇല്ലേ, അത് 6 വോൾട്ടിനേക്കാളും കുറവുള്ള കേസിലെല്ലാം നടക്കുന്നത് ഏതാണ്? സെനർ ബ്രേക്ക് ഡൗൺ. അത് കൂടുതലല്ല, ഒരു ഇത് പറഞ്ഞേക്കണെയാണ്, ഒരു കട്ട് ഓഫ്. 6 എബോവ് ആണെങ്കിൽ അവലാഞ്ച് ബ്രേക്ക് ഡൗണും 6 കുറവാണെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ ആണ്. മനസ്സിലായോ? അതാണ് പറയുന്നത്. ഒരു കമ്പാരിസണിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇനി ചിലപ്പോ ഇങ്ങനെ പറയും ലോ വോൾട്ടേജ് എന്നും ഹൈ എന്ന് പറയും. അതിന്റെ പർട്ടിക്കുലർ വോൾട്ടേജ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും VSD ലെസ് ദാൻ 6 വോൾട്ടിനാണ് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കോഷ്യന്റ് കേസ് നെഗറ്റീവും പോസിറ്റീവും ആണ്. പിന്നെ ഈ ബ്രേക്ക് നമുക്കറിയാം ടെമ്പറേച്ചർ ഈസ് ഓൾവേസ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയാം. ഈ ടെമ്പറേച്ചറുമായിട്ട് നമ്മുടെ എല്ലാ കേസും ഡിപ്പെൻഡ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡയോഡിന്റെ കട്ടിൻ വോൾട്ടേജ്, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എല്ലാം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സിമിലർലി ഹിയർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അപ്പൊ സെനർ ബ്രേക്ക് ഡൗണിൽ എന്തും അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ എങ്ങനെയാണ്? breakdown voltage decreases as junction temperature increases. Okay, അത് ഏതിലാണ്? സെനർ ബ്രേക്ക് ഡൗൺ. breakdown voltage increases as the junction temperature increases. മിസ്, ആ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. തേർഡ് പോയിന്റിൽ പറഞ്ഞല്ലോ, ശരിക്കും 2 കേസിലും ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും മൈനോറിറ്റിക് കേസ് കൂടാനല്ലേ ചാൻസ്? അപ്പൊ എന്തുകൊണ്ടാവും റെസിസ്റ്റൻസ് ഒരെണ്ണത്തില് വ്യത്യാസം വന്നത്? അതെന്നാന്ന് വെച്ചാല് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ രണ്ടും മെക്കാനിസം രണ്ടല്ലേ, അല്ലെ? മെക്കാനിസം എന്ന് വെച്ചാൽ ഒന്ന് കൊളീഷനും ആണ്, ഒന്ന് എന്താണ്, ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ആണ്, അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ അത് വേരി ചെയ്യുന്നത് നെഗറ്റീവ് കുറയും,
അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരു സെനർ ഡയോഡ് മേടിക്കുവാണെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ഇത് വേരി ചെയ്യുന്നതാണ് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മള് സെനറിന്റെ 3.1 5.1 അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ടെമ്പറേച്ചറുമായിട്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയേക്കാണ് ഇത് സെനറും അവലാഞ്ചും തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ ഡിപ്പെൻഡൻസി. മനസ്സിലായോ? അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് അത് പറയുന്നത്. ഓക്കെ, ഇനി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് സെനറിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതില് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ജംഗ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ രണ്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെയും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഇവിടെ പറയുന്നുണ്ട്. ശരിക്കും ടെമ്പറേച്ചർ കൂടുമ്പോൾ എങ്ങനെയാണ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് വെച്ചാണ് ഈ സെനർ ബ്രേക്ക് ഡൗൺ നമ്മുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വെച്ചത് തന്നെയാണ്. ഓക്കെ, അങ്ങനെ വെച്ചാണ് ഇത് പറയുന്നത്. ഇനി VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ രണ്ടും ബ്രേക്ക് ഡൗൺ റീജിയനിലെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി അത് ചെയ്ത് കഴിയുമ്പോൾ അത് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഈ ഷേപ്പിൽ ഒരു വ്യത്യാസമുണ്ട്. VI ക്യാരക്ടറിസ്റ്റിക്സ് ഷാർപ്നെസ് എങ്ങനെ പറയുന്നതാണ് സെനറിലും പിന്നെ ഏതാണ് അവലാഞ്ചിലും എങ്ങനെ അത് ഷേപ്പിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ സെനറിന്റെ കേസിൽ അത് ഷാർപ്പായിരിക്കും. അതായത് വെരി ഷാർപ്പ് ഇൻ ദ ബ്രേക്ക് ഡൗൺ റീജിയൻ. അതായത് ഇങ്ങനെ പെട്ടെന്ന് തന്നെയായിരിക്കും കറണ്ട് കൂടുന്നത്. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കും. ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ കറണ്ട് ആയിരിക്കും. ഏതിന്റെ കേസിൽ? അവലാഞ്ച് ബ്രേക്ക് ഡൗണിന്റെ കേസിൽ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാരണം സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ ടണലിംഗ് നടക്കും. ഇവിടെ എന്ന് വെച്ചാല് ആ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സമയം എടുക്കില്ലേ? അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പം പെട്ടെന്ന് ഒറ്റ ഇൻക്രീസ് ആയിരിക്കില്ല, ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ കറണ്ട് ആയിരിക്കും അവലാഞ്ച് ബ്രേക്ക് ഡൗണിൽ നടക്കുന്നത്. ഓക്കെ, ഈ കമ്പാരിസൺ ടേബിള് നോക്കി ഏതെങ്കിലുമൊക്കെ ഒരു പ്രാവശ്യം ടെമ്പറേച്ചറിന്റെ കേസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഈ വോൾട്ടേജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും തന്നെ നമ്മൾ ചോദിക്കാറുള്ളത് ഏതാണ്? ഈ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് വർക്കിംഗ് മെക്കാനിക്സ് ഏതാന്നുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ളത് സെനർ ബ്രേക്ക് ഡൗൺ, അവലാഞ്ചയിൽ കാരിയർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അതാണ് സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് സെനർ ഡയോഡ്. മെയിൻ ആയിട്ടുള്ള നമുക്കറിയാം എപ്പോഴും സെനർ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ പറയുന്നത് റെഗുലേറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ആണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് റെഗുലേഷൻ യൂസ് ചെയ്യണ കേസ്? എന്തുകൊണ്ടായിരിക്കും ഇത്? നോക്കിക്കേ, റെഗുലേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെഗുലേറ്റർ ഒക്കെ. വോൾട്ടേജ് എത്ര കൂടിയാലും നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടൊരു എന്തെങ്കിലും കറണ്ടിന്റെ വേരിയേഷൻ, കറണ്ട് വേരി ചെയ്താലും വോൾട്ടേജ് ഒറ്റ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കോൺസ്റ്റന്റ് സെനർ വോൾട്ടേജ് ആണ്. അപ്പൊ ഞാനൊരു 6 പോയിന്റ് ഒരു സെനർ ഡയോഡ് യൂസ് ചെയ്യുന്ന വെച്ചോ, ഇതിന് 6 വോൾട്ടാന്ന് വെച്ചോ. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? ഈ ബ്രേക്ക് ഡൗൺ റിവേഴ്സ് ബയാസ് രീതിയിൽ നോക്കിക്കേ, കോൺസ്റ്റന്റ് സെനർ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് ആ മെക്കാനിസം വർക്കിംഗ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ആ റെഗുലേറ്റർ ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ.